അയോധ്യ ഭൂമി തർക്ക കേസ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വിടണമോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. മധ്യസ്ഥ ചർച്ചയ്ക്ക് കോടതി ഉത്തരവിടുകയാണെങ്കിൽ ആര് നേതൃത്വം നൽകുമെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. മധ്യസ്ഥ സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഉത്തരവ് ഇറക്കുക. അയോധ്യ കേസ് മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാൻ ആകൂവെന്നാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാട്. കേസിലെ വിധിയിലൂടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെപ്പറ്റി ബോധ്യമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി എങ്ങനെ മുറിവുണക്കാമെന്നാണ് ആലോചിക്കുന്നതെന്ന് വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. സംസ്ഥാന സമിതി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ബിജെപിയിൽ പൊട്ടിത്തെറി. RSS മുരളീധര പക്ഷവിഭാഗങ്ങളെ ശ്രീധരൻപിള്ള വെട്ടിനിരത്തിയെന്ന ആരോപണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെ തിരിച്ചെടുത്തെങ്കിലും കമ്മിറ്റിയിൽ മാത്രം ഒതുക്കി. കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് മുരളീധര പക്ഷം. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രതിസന്ധി രൂക്ഷം. RSS മുരളീധര വിഭാഗങ്ങളെ പൂർണ്ണമായും വെട്ടിനിരത്തിയാണ് PS ശ്രീധരൻപിള്ള പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത്. നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെ കമ്മിറ്റിയിൽ തിരിച്ചെടുത്തെങ്കിലും ഭാരവാഹി സ്ഥാനം നൽകാതെ ഒതുക്കി. V മുരളീധരന്റെ അടുത്ത അനുയായിയായ രാജേഷിനെ ഭാരവാഹിയാക്കണമെന്ന മുരളീധരന്റെ ആവശ്യം ശ്രീധരൻപിള്ള തള്ളി. ന്യൂനപക്ഷ മോർച്ച നേതാവായിരുന്ന ജിജി ജേക്കബിനെ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. ജിജിയും മുരളീധര പക്ഷത്തെ പ്രധാനിയാണ്. RSS നേതാവ് MP രാജനെയും സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല. രാജീവ് കുമാർ വ്യാജ റെസീറ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തിയ M മോഹനൻ എന്നിവരെ RSSന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് കമ്മിറ്റിയിലെടുത്തത്. കേന്ദ്ര നേതൃത്വത്തെ പ്രതിഷേധമറിയിക്കാനാണ് V മുരളീധര പക്ഷ തീരുമാനം. BJPയിൽ RSS ചുമതലയുള്ള കൃഷ്ണഗോപാൽ ചൌധരിയെ വിവരമറിയിക്കാൻ RSS സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട്. തർക്കം രൂക്ഷമായതോടെ സ്ഥാനാർത്ഥി നിർണയവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പുനഃസംഘടനയെ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പാർട്ടി വിടാൻ തയ്യാറെടുത്തതായും സൂചനയുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി. ഗുജറാത്ത്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി, അമേത്തിയിൽ രാഹുൽ ഗാന്ധി എന്നിവരടക്കം 11 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. സൽമാൻ ഖുർഷിദ് ഫറൂഖാബാദിലും സഹാറാൻപൂരിൽ ഇമ്രാൻ മസൂദും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. ഗുജറാത്തിൽ 4 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അഹമ്മദാബാദ് വെസ്റ്റിൽ രാജു പർമാർ, വഡോദരയിൽ പ്രശാന്ത് പട്ടേൽ എന്നിവർ മത്സരിക്കും. കോട്ടയത്ത് കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി നിഷ ജോസ് കെ മാണി പ്രചരണം തുടങ്ങി. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് M പാർട്ടിയുടെ പാർലമെന്ററി യോഗം ഞായറാഴ്ച ചേരാനിരിക്കെയാണ് നിഷ പ്രചരണം തുടങ്ങിയത്. അതേസമയം കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാക്കി കോട്ടയം സീറ്റ് കൈക്കലാക്കാനും KC ജോസഫിനെ മത്സരിപ്പിക്കാനുമാണ് കോൺഗ്രസിന്റെ അണിയറ നീക്കം. കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ മാണി ജോസഫ് തർക്കം കൊടുമ്പിരി കൊള്ളുമ്പോഴും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ നൽകി നിഷ ജോസ് കെ മാണി ഭവന സന്ദർശനം തുടങ്ങി. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ PJ ജോസഫിന്റെ എതിർപ്പുകൾ കാര്യമാക്കുന്നില്ലെന്ന് പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണിയും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നിഷ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ അതിരമ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഭവന സന്ദർശനം. ജോസഫ് മാണി ശീതസമരം ശക്തമായ ഘട്ടത്തിൽ രൂപീകരിച്ച KM മാണി സെന്റർ ഫോർ ബജറ്റ് റിസർച്ചിന്റെ ചെയർപേഴ്സണായിട്ടാണ് നിഷയുടെ രാഷ്ട്രീയ രംഗപ്രവേശം. ഈ നീക്കത്തെ ആശങ്കയോടെ നിരീക്ഷിച്ച് പാർട്ടിയിലെ യുവനിരയും PJ ജോസഫ് വിഭാഗവും നീങ്ങുമ്പോഴാണ് നിഷ ജോസ് കെ മാണി ഭവന സന്ദർശനത്തിലേക്ക് കടന്നത്. അതേസമയം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് M പാർട്ടി പാർലമെന്ററി യോഗം ഞായറാഴ്ച കോട്ടയത്ത് ചേരും. നിഷ ജോസ് കെ മാണി പ്രചരണം തുടങ്ങി വെച്ചതിലുള്ള എതിർപ്പ് ജോസഫ് വിഭാഗം അറിയിക്കും. പക്ഷേ കമ്മിറ്റിയിൽ പോലും ഭൂരിപക്ഷമില്ലാത്ത PJ ജോസഫ് വിഭാഗത്തിന് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാകില്ല. അതേസമയം കേരള കോൺഗ്രസിൽ തർക്കം രൂക്ഷമാക്കി ഇടുക്കി PJ ജോസഫിന് നൽകി പകരം കോട്ടയം സ്വന്തമാക്കാനാണ് കോൺഗ്രസിലെ അണിയറ നീക്കം. സീറ്റ് ലഭിച്ചാൽ ഇരിക്കൂർ MLA KC ജോസഫാകും UDF സ്ഥാനാർത്ഥി. എന്നാൽ KC ജോസഫിനെതിരെയുള്ള പട പാളയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുൻ ഇമാം പോലീസ് പിടിയിലായി. SDPI നേതാവും ഇമാം കൌൺസിൽ അംഗവുമായ ഷെഫീഖ് അൽ ഖാസിമിയാണ് പിടിയിലായത്. മധുരയിൽ നിന്നാണ് പ്രത്യേക പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. സഹായ് ഫാസിനും പോലീസ് പിടിയിലായി. പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷം 20ലേറെ തവണ ഒളിത്താവളങ്ങൾ മാറ്റിയ SDPI നേതാവ് ഷെഫീഖ് അൽ ഖാസിമിയെ പിടികൂടുക എന്നത് വളരെ ദുഷ്കരമായൊരു ദൌത്യമായിരുന്നു. മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഷെഫീഖും കൂട്ടാളി ഫാസിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഒളിവിൽ കഴിയുമ്പോൾ ഉപയോഗിച്ച മാരുതി സെലോറിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
തിരുവനന്തപുരം SP B അശോകന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അശോകനും 5 അംഗ ഷാഡോ പോലീസ് സംഘവുമാണ് ഇയാളെ മധുരയിലെത്തി കീഴടക്കിയത്. അറസ്റ്റിലായ പ്രതിയെ രാത്രിയോടെ നെടുമങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇമാമിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ചു എന്ന കുറ്റം ചുമത്തി ഇമാമിന്റെ അനുജന്മാർ അടക്കമുള്ളവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ പിടികൂടാത്തതിനെതിരെ ഹൈക്കോടതി അടക്കം വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് തൊളിക്കോട് പള്ളിയിലെ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമി അറസ്റ്റിലാവുന്നത്. SDP-യുടെ പ്രമുഖ നേതാവായ ഇയാളെ പീഡന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇമാം സ്ഥാനത്ത് നിന്ന് പള്ളി കമ്മിറ്റി പുറത്താക്കിയിരുന്നു. പേപ്പാറ വനപ്രദേശത്ത് വെച്ചാണ് ഇമാം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടതോടെ ഇമാം വാഹനത്തിൽ രക്ഷപ്പെട്ടു. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടപ്പോഴാണ് പ്രതി വലയിലായിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കേരള ലോ അക്കാദമി ലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. KSU, ABVP, MSF രഹസ്യ കൂട്ടുകെട്ടിനെതിരെ മത്സരിച്ചാണ് SFI ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത്. ലോ അക്കാദമി മാനേജ്മെന്റിനെതിരായ വിദ്യാർത്ഥി സമരത്തിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് SFI ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത്. മത്സരിച്ച 9-ൽ 8 സീറ്റിലും SFIക്ക് വിജയക്കൊടി പാറിക്കുവാൻ കഴിഞ്ഞു. 2 വർഷത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ KSU, ABVP, MSF സംഘടനകളുടെ രഹസ്യ കൂട്ടുകെട്ടിനെതിരെയാണ് SFIക്ക് ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാനായത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 80% SFIക്ക് ലഭിച്ചു. 24 ദിവസം നീണ്ടുനിന്ന ലോ അക്കാദമി വിദ്യാർത്ഥി സമരത്തിൽ SFI എടുത്ത നിലപാടിനോടുള്ള വിദ്യാർത്ഥികളുടെ സമ്മാനമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ചെയർമാനായി PS ഭരത്ചന്ദ്രൻ, ജനറൽ സെക്രട്ടറിയായി രാജാമാധവ് ജയകൃഷ്ണൻ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. 1 സീറ്റ് KSUവിന് ലഭിച്ചു. KSUവിലെ മാലിനി വേണുഗോപാൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ കമ്മീഷൻ കൊച്ചിയിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്ത്രീകൾ മുന്നോട്ട്, സ്ത്രീയാണ് ശക്തി എന്ന വാക്കുകളെ അനർത്ഥമാക്കിയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വനിതകൾ ഒരു ദിനം മുഴുവൻ ആടിയും പാടിയും വരച്ചും കഴിവുകൾ പ്രകടിപ്പിച്ച് ഒത്തുകൂടിയത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. 96-ാം വയസ്സിൽ സാക്ഷരത പരീക്ഷയിൽ ഒന്നാമതെത്തിയ കാർത്തിയായനിയമ്മ, മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് ആദ്യമായി കരസ്ഥമാക്കിയ ഇന്ത്യൻ വനിത രേഖ കാർത്തികേയൻ, അഗസ്ത്യമല ചവിട്ടിയ ധന്യ സനൽ, ഹനാൻ തുടങ്ങി വിവിധ രംഗത്തെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മേയർ സൗമിനി ജെയിൻ അധ്യക്ഷയായിരുന്നു. ഹൈബി ഈഡൻ MLA, മറ്റു വനിതാ കമ്മീഷൻ അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചരിത്രം ഏറെ വളച്ചൊടിക്കപ്പെടുകയും ജനവിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ചരിത്രരചനാ രീതി അവതരിപ്പിക്കുകയും ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ഡോക്ടർ KN പണിക്കരെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ KN പണിക്കർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ പണിക്കരുടെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ B ഇക്ബാൽ, ഡോക്ടർ G ബാലമോഹൻ തമ്പി, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ, സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, നിർവാഹക സമിതി അംഗം പ്രൊഫസർ BN മുരളി, ജോണി തോമസ്, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മതിലിൽ കുട്ടികൾ വരച്ച നവോത്ഥാന ചിത്രങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു. തിരുവനന്തപുരം ഉള്ളൂർ ഗവൺമെന്റ് UPS സ്കൂളിന്റെ മതിലുകളിലാണ് കുട്ടികൾ ചിത്രം വരച്ചിരിക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായായിരുന്നു ചിത്രരചന. മേൽമുണ്ട് സമരം, കല്ലുമാല സമരം, ഊരൂട്ടമ്പല സമരം തുടങ്ങി നവോത്ഥാന ചരിത്രം വിളിച്ചോതുന്ന സമരചിത്രങ്ങളാണ് സ്കൂളിന്റെ ചുറ്റുമതിലിൽ കുട്ടികൾ കോറിയിട്ടിരിക്കുന്നത്. നോർത്ത് URCയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായി മറ്റു സ്കൂളുകളിലെ കുട്ടികളും ചേർന്ന് വരച്ചതാണ് ഈ ചിത്രങ്ങൾ. നവോത്ഥാന ചിത്രങ്ങൾക്ക് പുറമെ മതിലിനുള്ളിൽ നവോത്ഥാന നായകന്മാരും ഇടം പിടിച്ചിട്ടുണ്ട്. നോർത്ത് സബ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത ഏകദേശം 20 സ്കൂളിലെ കുട്ടികളെ ഇവിടെ 2 ദിവസം ക്യാമ്പ് നടത്തി, ചിത്രരചന ക്യാമ്പ്. അതോടൊപ്പം തന്നെ ഒരു ലഹരിവിരുദ്ധ പ്രഭാഷണവും. അപ്പോൾ ആ കുട്ടികൾ വരച്ച ആശയങ്ങളും 2 അധ്യാപകരോട് ചേർന്നാണ് നമ്മുടെ ചുവരിൽ നവോത്ഥാന ചിത്രങ്ങൾ. 3 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളില്ലാത്തതിനാൽ സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ് ഉള്ളൂർ ഗവൺമെന്റ് UPS.
എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ സ്ഥലം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ വാഹനവും പുതിയ കെട്ടിടവും സ്കൂളിന് നൽകി. മന്ത്രിയുടെ ഈ ഇടപെടൽ സ്കൂളിന് പുതിയൊരു മുഖം സമ്മാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ മികച്ച സർവകലാശാലയ്ക്കുള്ള ചാൻസലേഴ്സ് അവാർഡ് MG സർവകലാശാലയ്ക്ക് സമ്മാനിച്ചു. MG സർവകലാശാല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ഗവർണർ P. സദാശിവമാണ് അവാർഡ് സമ്മാനിച്ചത്. സർവകലാശാലകളുടെ പ്രവർത്തനം പതിവായി വിലയിരുത്തുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ചാൻസലേഴ്സ് അവാർഡ് സഹായകരമാകുമെന്ന് ഗവർണർ പറഞ്ഞു. MG സർവകലാശാല ക്യാമ്പസിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. മികച്ച സർവകലാശാലയ്ക്കുള്ള ചാൻസലേഴ്സ് അവാർഡ് MG സർവകലാശാല VC പ്രൊഫസർ സാബു തോമസും എമർജിംഗ് യങ് സർവകലാശാലയ്ക്കുള്ള അവാർഡ് കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല VC ഡോക്ടർ ദേവേന്ദ്രകുമാർ സിംഗും ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങി. പരീക്ഷയിലും ഫലപ്രഖ്യാപനത്തിലും നിയമനത്തിലും ഏകീകൃത രീതി നടപ്പാക്കിയാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിക്കും. എല്ലാ സർവകലാശാലകൾക്കുമായി ഏകീകൃത അക്കാദമിക കലണ്ടർ നടപ്പാക്കാനുള്ള നടപടികൾ സ്വാഗതാർഹമാണെന്ന് ഗവർണർ പറഞ്ഞു. Which ensures uniformity in matters right from the appointment of statutory officers to the conduct of examinations and declaration of results in all universities. This would help to upgrade the efficiency and quality of services in the higher education sector. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുറുപ്പ് MLA, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഉഷ ടൈറ്റസ്, ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദൊദാവത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന സർക്കാർ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ആവിഷ്കരിച്ച ലൈഫ് ഭവന പദ്ധതിയിലൂടെ 83,000 വീടുകൾ പൂർത്തീകരിച്ചു. ഇനിയും വീടുകൾ പൂർത്തീകരിക്കാനുണ്ടെന്നും കാലതാമസം കൂടാതെ മുഴുവൻ വീടുകളും പൂർത്തിയാക്കി അർഹരായവർക്ക് കൈമാറാനുള്ള ഇടപെടൽ നടത്തുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ഭവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വീട് നിർമ്മാണം ആരംഭിച്ച 54,098 പേരിൽ 50,144 വീടുകൾ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ 1,50,861 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും 32,921 വീടുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. മൂന്നാം ഘട്ടത്തിൽ 217 ഫ്ളാറ്റുകളും നിർമ്മിച്ചു. ലൈഫ് പദ്ധതിയിൽ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ 4,000 കോടി രൂപ ഹെഡ്കോയിൽ നിന്നും സംസ്ഥാന സർക്കാർ വായ്പയെടുത്തു. ഇതിൽ നിന്നും 750 കോടി രൂപ പഞ്ചായത്തുകൾക്കും 200 കോടി രൂപ നഗരസഭകൾക്കും ഇതിനകം നൽകിക്കഴിഞ്ഞു. ഇനിയും വീടുകൾ പൂർത്തീകരിക്കാനുണ്ടെന്നും കാലതാമസം കൂടാതെ മുഴുവൻ വീടുകളും പൂർത്തിയാക്കി 2019 മുമ്പ് അർഹരായവർക്ക് കൈമാറാനുള്ള ഇടപെടൽ നടത്തുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത അത്ഭുതകരമായ പ്രവർത്തനമാണ് ലൈഫ് മിഷനിലൂടെ ഭവനരഹിതരായ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി വിജയം കണ്ടത്. ആദ്യഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിക്കുകയും എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച 54,000 ഗുണഭോക്താക്കളുടെ വീടിന്റെ പുനർനിർമ്മാണമാണ് ഏറ്റെടുത്തത്. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ചത് വയനാട് ജില്ലയാണ്. 7,600 വീടുകളാണ് വയനാട്ടിൽ പൂർത്തീകരിച്ചത്. 7,266 വീടുകൾ പൂർത്തീകരിച്ച് പാലക്കാട് ജില്ല രണ്ടാമതും 5,938 വീടുകൾ പൂർത്തീകരിച്ച് തിരുവനന്തപുരം ജില്ല മൂന്നാമതുമെത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രവാസി നിക്ഷേപങ്ങളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുവാൻ സഹായകമായ നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വ്യവസായ സാധ്യതകൾ സംരംഭകർക്ക് മുൻപിൽ അവതരിപ്പിച്ച് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരികെ എത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് നടപ്പാക്കുന്ന പ്രവാസി പുനരധിവാസ പദ്ധതി വിപുലപ്പെടുത്തുന്നതിന്റെ ധാരണാപത്രവും ചടങ്ങിൽ കൈമാറി. പ്രവാസികളായ മലയാളികളിൽ നിന്നും സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നോർക്ക റൂട്ട്സിന്റെ കീഴിൽ ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. മുംബൈയിലെ ഇൻഡ് അഡ്വൈസറി കൌൺസിൽ എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ വ്യവസായ സംരംഭക സാധ്യതകൾ പഠിച്ച് പ്രവാസി സംരംഭകർക്ക് പ്രചോദനം നൽകുകയാണ് NBFCയുടെ ലക്ഷ്യം. പ്രവാസികളായ നിക്ഷേപകർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങൾ സംയോജിപ്പിച്ച് പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ NBFC മുഖേന സ്വീകരിക്കും.
നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമായതോടെ പ്രവാസികളായ നിക്ഷേപകർക്ക് ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നോർക്ക റൂട്ട്സ് ഒരു ചാനലൈസിംഗ് ഏജൻസിയായി പ്രവർത്തിക്കും. ഇതോടൊപ്പം സർക്കാർ ലൈസൻസ് ക്ലിയറൻസുകളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളും ലഭ്യമാക്കും. നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ കെ വരദരാജൻ, നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ മാനേജർ ഡി ജഗദീഷ്, ഇൻ അഡ്വൈസറി കൌൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആശിഷ് മെഹ്ത്ത എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നോർക്ക റൂട്ട്സ് 25 ലക്ഷം രൂപ സംഭാവന നൽകി. നോർക്ക പുനരധിവാസ പദ്ധതിയുടെ വിപുലീകരണത്തിന് ഫെഡറൽ ബാങ്കും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ധാരണാപത്രം കൈമാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇന്നലെ വൈകുന്നേരത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. ബന്ധുക്കൾ കോഴിക്കോടെത്തി മൃതശരീരം ഏറ്റുവാങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ട ജലീൽ. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീന്റെ അനുജനാണ്. ബുധനാഴ്ച രാത്രി ലക്കിടിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയ മാവോയിസ്റ്റ് സംഘവും പോലീസും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ജലീൽ കൊല്ലപ്പെട്ടത്. അതേസമയം സംഭവമുണ്ടായ സുഗന്ധഗിരി മേഖലയിൽ വനത്തിൽ പോലീസ് തണ്ടർബോൾട്ട് സംഘങ്ങളുടെ തിരച്ചിൽ തുടരുകയാണ്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ആശ്രമത്തിന്റെ നിലവിലുള്ള അന്നദാനം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. നിർധന യുവതികൾക്ക് വിവാഹ ധനസഹായം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ആശ്രമ കവാടം തിങ്ങി നിറഞ്ഞു നിന്ന ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത 2000 പേർക്കുള്ള സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂരുള്ള കരുണാകര ഗുരുവിന്റെ ജന്മഗ്രഹം ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ശ്രീലങ്ക, മലേഷ്യ, ജപ്പാൻ, ചൈന, റഷ്യ, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. സി ദിവാകരൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ എ സമ്പത്ത് MP വിശിഷ്ടാതിഥിയായിരുന്നു. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ചൈതന്യ ജ്ഞാനതപസി, ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, മധുപാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാർ ആക്രമണത്തിൽ മരണം മുഖാമുഖം കണ്ട കാസർഗോഡ് ബായാറിലെ അബ്ദുൽ കരീം മുസ്ലിയാർ ജീവൻ തിരികെ കിട്ടിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ്. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയതെന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ഈ മദ്രസ അധ്യാപകൻ. ഈ സംഭവത്തിൽ 13 BJP RSS പ്രവർത്തകരെ വധശ്രമ കുറ്റം ചുമത്തി മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമല ആചാര സംരക്ഷണ സമിതി കഴിഞ്ഞ ജനുവരി 3 ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ മറവിലായിരുന്നു ബായാർ മുളികത്തയിൽ അബ്ദുൽ കരീം മുസ്ലിയാർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. കടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന അബ്ദുൽ കരീം മുസ്ലിയാറെ മുളികത്തെ മുസ്ലിം പള്ളിക്ക് സമീപം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആണികൾ ഉറപ്പിച്ച വടികൊണ്ടുള്ള അടിയേറ്റ് വീണ മുസ്ലിയാരെ അക്രമി സംഘം വളഞ്ഞിട്ട് വീണ്ടും ആക്രമിച്ചു. എന്നാൽ പരിചയക്കാരൻ 3 അവൻ ബൈക്ക് നിർത്തി മുമ്പിലേക്ക് അവൻ നിർത്തിയാണ് ബൈക്ക് നിർത്തി കൊടുത്തു. നിർത്തിയ പാട് തലക്കടിച്ചടിച്ചിട്ട് റോഡിലിട്ടു. ബൈക്കിന്റെ മേലെ വീണു. രക്തം പാർന്ന് ബോധരഹിതനായി കിടന്ന അബ്ദുൽ കരീം മുസ്ലിയാരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മംഗളൂരുവിലെ പ്രശസ്തമായ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. ICUവിലും വെന്റിലേറ്ററിലുമായി 1 മാസത്തിലേറെ നീണ്ടുനിന്ന ചികിത്സ വേണ്ടി വന്നു. ജീവൻ നിലനിർത്താൻ 10 ലക്ഷത്തിലേറെ രൂപയാണ് ചികിത്സാ ചെലവ്. ഇനിയും ചികിത്സ തുടരേണ്ടതുണ്ട്. നടക്കാൻ പറ്റുന്നില്ല, കൈ തളർച്ച ബാധിച്ചിട്ടുണ്ട്. വളരെ മോശമാണ് ഇപ്പോഴത്തെ ആളുടെ. മദ്രസാധ്യാപകന്റെ കുറഞ്ഞ വരുമാനം മാത്രമുള്ള മുസ്ലിയാരെ സഹായിക്കാൻ ജനങ്ങളും സംഘടനകളും മുന്നോട്ട് വന്നു. തന്നെ എന്തിനാണ് ആക്രമിച്ചതെന്ന് ഇപ്പോഴും അബ്ദുൽ കരീം മുസ്ലിയാർ ചോദിക്കുന്നു. ഞാനൊരു മുസ്ലിയാരാണ്, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപാട് അവർക്ക് കയറി അതായിരിക്കും അവരാണ് തലക്കടിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സംഘപരിവാർ ആക്രമണത്തിനെതിരെ അവർക്കിടയിൽ തന്നെ ഭിന്നത ശക്തമായി. അക്രമത്തെ എതിർത്ത ഏതാനും പ്രവർത്തകർ സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇവർക്ക് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയുടെ നേതൃത്വത്തിൽ മുളികത്തയിൽ സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നാട് കാണാനിറങ്ങിയ കുട്ടിയാന കിണറ്റിൽ വീണു. പൂയംകുട്ടി വനത്തിൽ നിന്നും നാട് കാണാനിറങ്ങിയ പിടിയാനക്കുട്ടിയാണ് കൂട്ടം തെറ്റി ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കരകയറിയ കുട്ടിയാന പൂയംകുട്ടിപ്പുഴ കടന്ന് വനത്തിലേക്ക് മടങ്ങി. പൂയംകുട്ടി വനത്തിൽ നിന്ന് പുഴവട്ടം കടന്നെത്തിയ 15ഓളം ആനക്കൂട്ടത്തിനൊപ്പം വന്ന കുട്ടിയാനയാണ് കിണറ്റിൽ വീണത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് ജനങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും ആനകൾ വനത്തിലേക്ക് മടങ്ങി. എന്നാൽ സമീപത്തെ വനത്തിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം കുട്ടിയാന മടങ്ങിയെത്തും വരെ തമ്പടിച്ചു. വലിയ ശബ്ദവും ആനയുടെ നിലവിളിയും കേട്ട് മണികണ്ഠഞ്ചാൽ സ്വദേശിയായ ഗൃഹനാഥൻ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആനക്കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ എസ് രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. തുടർന്ന് JCB ഉപയോഗിച്ച് കിണറിന് സമാന്തര വഴിയുണ്ടാക്കി ആനയെ രക്ഷപ്പെടുത്തി. അതിന്റെ തള്ളയും മറ്റും ഉൾപ്പെടുന്ന കൂട്ടം വനത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആനക്കുട്ടി അത് അവരോടൊപ്പം ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് നമ്മുടെ വാച്ചർമാരെ വിന്യസിച്ചിട്ടുള്ളതും അവരത് ഉറപ്പാക്കിയതിനു ശേഷം ആ കാര്യം ഉറപ്പുവരുത്തി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ കാട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാതെ കുട്ടിയാന വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഓടിക്കയറി. നാട്ടുകാരും വനപാലകരും ചേർന്ന് വനത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും പരിഭ്രാന്തിയിലായ ആനക്കുട്ടി ആഴം കുറഞ്ഞ മറ്റൊരു കിണറിൽ വീഴുകയായിരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കുട്ടിയാനയെ കരയ്ക്ക് കയറ്റിയത്. കരകയറിയ കുട്ടിയാന പൂയംകുട്ടിപ്പുഴ കടന്ന് വനത്തിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.